ഹലോ ഹലോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ പിറന്നാളാണ്. പിറന്നാളായിട്ട് രാവിലെ അമ്പലത്തിൽ പോയി ഇറങ്ങിയതാണ്. ഞാനും അമ്മുക്കുട്ടിയും കൂടെയാണ് പോകുന്നത്. ഞങ്ങളിന്ന് പോകുന്നത് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. ഞങ്ങൾ വിശേഷ ദിവസങ്ങളിൽ, ഏകദേശം വിശേഷ ദിവസങ്ങളിൽ മറ്റമ്പലങ്ങളിൽ പോയാലും കണ്ണനെ കാണാൻ പോവാറുണ്ട്. എന്താ ഇന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് വ്യാഴാഴ്ചയാണ്. അപ്പോൾ വ്യാഴാഴ്ച നമ്മൾ കണ്ണനെ കണ്ടാൽ നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ. എല്ലാ വ്യാഴാഴ്ചയും ഞാൻ പറ്റുന്നത് പോലെ പോവാറുണ്ട് ക്ഷേത്രത്തിൽ. അതിനങ്ങനെ അധികം മുടക്കം വരുത്താറില്ല. അപ്പോൾ നമ്മൾ വ്യാഴാഴ്ച ദിവസം കണ്ണനെ കണ്ടാൽ അതിൻ്റെതായ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പിറന്നാളുമാണ്, വ്യാഴാഴ്ച ദിവസമാണ്. അപ്പോൾ എന്തായാലും കണ്ണനെ തന്നെ കാണാമെന്ന് കരുതി. അങ്ങനെ ഞാനും അമ്മുക്കുട്ടിയും കൂടെ രാവിലെ ഇതാ റെഡിയായി നിൽപ്പുണ്ട്. അമ്മുക്കുട്ടിക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങൾ ഇന്ന് മാച്ചിന് മാച്ച് ഡ്രസ്സാണല്ലോ. കാരണം ഞങ്ങൾ എവിടെ പുറത്തിറങ്ങുമ്പോൾ അമ്മുക്കുട്ടിക്ക് അമ്മയും അമ്മുക്കുട്ടിയും ഒരുപോലെ ഡ്രസ്സ് ഇടണം. അത് വളരെ ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ അടുത്ത് ചോദിക്കും, അമ്മേ ഇന്ന് ഏത് ഡ്രസ്സാണ് ഇടുന്നത്? അപ്പം ഞാൻ പറയും, ഞാൻ ഈ ഡ്രസ്സാണ് ഇടുന്നത്. ഇത് കേൾക്കുമ്പോൾ അമ്മുക്കുട്ടി ഓടിപ്പോയി അത് എൻ്റെ ഡ്രസ്സിൻ്റെ കളറിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വരും. താഴെ വരുമ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും ഒരു ഇത് പറ്റി ഞാൻ ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പം അമ്മ ആ സാരി എടുത്തത് കൊണ്ടല്ലേ ഞാൻ ഈ ഡ്രസ്സ് എടുത്തത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പിണങ്ങും. ഇന്ന് ഞാൻ കരുതി അമ്മുക്കുട്ടിയെ പിണക്കണ്ട, എൻ്റെ സാരിയുടെ മാച്ച് ചെയ്ത് തന്നെ അമ്മുക്കുട്ടിക്കും കൂടെ ഒരു ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്ത് അമ്മുക്കുട്ടി അതുകൊണ്ട് തന്നെ ഹാപ്പിയാണ്. പിന്നെ ഇനി നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വന്ന് ചെറിയൊരു സദ്യ ഉണ്ടാക്കണം, ഒരു കുട്ടി കേക്ക് വാങ്ങണം, കേക്ക് കട്ട് ചെയ്യണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? കളിക്കോ? ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പാട്ടും കൂടെ പാടും. അതാര് പാടും? ഞങ്ങൾ പാടും, ഞാൻ കേക്ക് മുറിക്കും. അപ്പം എന്തായാലും ക്ഷേത്രത്തിൽ പോയിട്ട് വന്ന് ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം എന്തുകൊണ്ടാണ് ഞാൻ കണ്ണനെ കാണുന്നതെന്ന് ഞാൻ പറയാം കേട്ടോ. ക്ഷേത്രത്തിന് പുറത്തൊരു വലിയ പൂക്കടയുണ്ട് കേട്ടോ. അവിടെ ക്ഷേത്രത്തിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും. ക്ഷേത്രത്തിനകത്ത് പോകുമ്പോൾ അവിടെ താമര, തുളസിമാല ഇതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാടെന്ന് പറയുന്നത് നെയ്വിളക്ക്, കദളിപ്പഴ സമർപ്പണം, കണ്ണന് തൃക്കൈ വെണ്ണ എന്നിവയാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും കഷ്ടപ്പാടോ സാമ്പത്തിക ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ വ്യാഴാഴ്ച ദിവസം നേരെ കണ്ണനെ കാണാൻ പോകുമ്പോൾ കുറച്ച് അവലും ഒരു 3ഓ 5ഓ കദളിപ്പഴവും മേടിച്ച് ഒരു കഷ്ണം ശർക്കരയുമായി നിവേദിക്കാൻ സമർപ്പിക്കുക. ആ നിവേദ്യം വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടും മാറും എന്നാണ് പറയുന്നത്. അതുപോലെ ക്ഷേത്രത്തിന് പുറത്ത് ശ്രീകോവിലിൻ്റെ ഒരു രൂപം, ഒരു മാതൃക ഉണ്ടാക്കി വച്ചിട്ടുണ്ട് കണ്ടോ. കൊടിമരമുണ്ട്, മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്നു എന്ന് പറയുന്ന അമ്മച്ചിപ്ലാവ്, ഇതൊക്കെ ഇവിടെ അതിൻ്റെയൊക്കെ ഒരു രൂപം ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ഇത് നവരാത്രി വിഗ്രഹത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതിട്ട് പ്രസാദമൊക്കെ മേടിച്ച് കഴിക്കുകയാണ് കേട്ടോ. ഇവിടെ നല്ല അവല് കിട്ടും. ഇന്നെന്തോ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. നല്ല ഇവിടെ വേറെന്തോ ചേർത്തൊരു അവലാണ്. വേറൊന്നല്ല, നമ്മുടെ പൂജ വയ്പ്പിന് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഗ്രഹങ്ങളെ എതിരേൽക്കുന്നത് ഇവിടെ നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഇങ്ങനെ ഓരോ ദൈവങ്ങളെ ഇരുത്താൻ പ്രത്യേക ഇരിപ്പിടങ്ങളുണ്ട്. അതിൻ്റേതായ ഒരു ഇല്ല, ഇന്നിപ്പോൾ ഒരു നല്ല രീതിയിലൊന്ന് അലങ്കരിച്ചിട്ടുണ്ട് ക്ഷേത്രമൊക്കെ. ഇവിടെ നിന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഗ്രഹങ്ങളെ മറ്റ് ക്ഷേത്രങ്ങളിലോട്ട് കൊണ്ടുവയ്ക്കുന്നതും പൂജ വയ്പ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതും. ഇങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞ് എനിക്കറിയാം. വെളിയിൽ നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം. ആ കൃഷ്ണനൊക്കെ നല്ല രസമാണ്. അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നവരാത്രി വിഗ്രഹങ്ങൾക്ക് വരവേൽപ്പ്. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ നിറയെ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. ഒത്തിരി കളിപ്പാട്ടങ്ങൾ,
കൃഷ്ണ വിഗ്രഹങ്ങൾ, അതുപോലെ വീട്ടിൽ അലങ്കരിക്കേണ്ടത്. അമ്മുക്കുട്ടി ഇതൊക്കെ നോക്കി കളിപ്പാട്ടുമൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിൽ വന്നു. അങ്ങനെ ഞാനും അമ്മാമ്മയും കൂടി പെരുന്നാൾ സദ്യ റെഡിയാക്കി. ഒരു ചെറിയ സദ്യയൊക്കെ ഉണ്ടാക്കി. ഇനി ഞങ്ങൾ സദ്യ കഴിക്കാൻ പോവുകയാണ്. അമ്മ ദാ വിളമ്പി തരുന്നു. പെരുന്നാളിന് അമ്മ വിളമ്പി തന്നു. സദ്യ കഴിക്കുമ്പോൾ അത് നല്ല ഹാപ്പിനെസ് ഉള്ളൊരു കാര്യമാണല്ലോ. കുട്ടി സദ്യയാണ്. കുട്ടി സദ്യയാണ്. പക്ഷെ നല്ല രുചിയുണ്ട്. എല്ലാ വർഷവും ഞങ്ങൾ വീട്ടില് സദ്യ മസ്റ്റായിട്ട് വയ്ക്കാറുണ്ട്. ഞങ്ങൾ 3 പേരും ആണെങ്കിലും നമ്മുടെ ഒരു കുഞ്ഞ് സന്തോഷം. അല്ലാതെ ഇപ്പം ഞങ്ങൾ 3 പേരും അല്ലേ, വേറെ ആരും ഇല്ലല്ലോ ഇന്ന് വീട്ടില്, എന്തിനാണ് സദ്യ, അങ്ങനെയൊന്നും ഞങ്ങൾ ചിന്തിക്കാറില്ല. ഇപ്പൊ ഇന്ന് 3 പേരുണ്ട്, അപ്പൊ ഇന്നത്തെ സന്തോഷം ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഞങ്ങൾ 3 പേരുമായിട്ട് നാളത്തെ കാര്യം എന്താണോ അത് നാളെയല്ലേ, അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ലേ അമ്മക്കുട്ടി? അതെ 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 അതെ. പിന്നെ കടലപ്രഥമൻ വെച്ചിട്ടുണ്ട്. കടലപ്രഥമൻ, പരിപ്പ്, പപ്പടം, കിച്ചടി, തോരൻ, എല്ലാ സംഭവം ഉണ്ട്. അത് അമ്മക്കുട്ടിക്ക് ഇഷ്ടം പാൽപ്പായസമാണ്. പക്ഷെ അമ്മയ്ക്കാണേല് പാലിന്റെ വലിയ ഇഷ്ടമല്ല. പാൽ അങ്ങനെ അമ്മ അധികം ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് അടപ്രഥമനോ കടലയൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് എല്ലാവരും കഴിക്കുന്നത് ഇന്ന് വയ്ക്കാന്ന് കരുതി. അമ്മക്കുട്ടിക്ക് പിന്നെ ക്ഷേത്രത്തിൽ പോയപ്പോ അവിടുന്ന് പാൽപ്പായസം കിട്ടി. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലല്ലേ പോയത്, അപ്പൊ അവിടുന്ന് പാൽപ്പായസം കിട്ടി. അങ്ങനെ അമ്മക്കുട്ടിക്ക് അത് കൊടുത്തു. അങ്ങനെ അമ്മക്കുട്ടി ഹാപ്പിയായി, എല്ലാം കറക്റ്റായി. ഇനി സദ്യ കഴിഞ്ഞിട്ട് അതൊരു കാര്യമുണ്ട്. ഈ ഡ്രസ്സ് ഇത് പുതിയ നൈറ്റിയാണ് കേട്ടോ, അമ്മയുടെ പിറന്നാൾ സമ്മാനമാണ്. അമ്മക്കുട്ടി കണ്ടില്ലായിരുന്നു കേട്ടോ. അമ്മ ഇപ്പൊ എനിക്ക് കുറച്ച് ക്ഷേത്രത്തിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് തന്നത്. അമ്മ ഈ നൈറ്റി എവിടെ നിന്നാണ്? ഞാൻ പറഞ്ഞു അമ്മൂമ്മ മേടിച്ചു തന്നു. ഇന്നിപ്പോ എനിക്ക് മാത്രമാണ് മേടിച്ചു തന്നത് കേട്ടോ. അങ്ങനെ പുതിയ നൈറ്റിയൊക്കെ ഇട്ട് ഒന്ന് സദ്യ കഴിക്കാന്ന് വിചാരിച്ചു. ഒരു കേക്ക് മേടിച്ച് പിന്നെ കേക്ക് മുറിക്കും. അങ്ങനെ ഒരുവിധം നമ്മള് പിറന്നാള് നല്ല രീതിയിൽ തന്നെയാണ് ആഘോഷിക്കുന്നത്. നമ്മുടെ രീതിയിൽ നല്ല രീതി തന്നെയാണ്. നമ്മുടെ രീതിയിൽ നല്ല രീതിയാണ് കേട്ടോ. വലിയ ആഘോഷമല്ല, എന്നാൽ നമുക്ക് പിറന്നാള് നല്ലൊരു ഓർമ്മയാവണമല്ലോ, ആ രീതിയിൽ തന്നെ ആഘോഷിക്കുന്നു. നമ്മൾ പെരുന്നാൾ കേക്ക് മുറിക്കാൻ പോയാണ് കേട്ടോ. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് മേടിച്ചത് കേട്ടോ. എനിക്ക് വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റും ആണ് ഇഷ്ടം. അപ്പൊ അമ്മക്കുട്ടി പറഞ്ഞു സ്ട്രോബെറിയുടെ ഒരു ബ്ലൂബെറിയുടെ കേക്ക് വേണോന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് ഇത് മതി. ചോക്ലേറ്റാണ് കൂടുതൽ ഇഷ്ടം. അയ്യോ കേൾക്കണ്ടപ്പം വേറൊരു കാര്യം മറന്നു കേട്ടോ. ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൂടെ ഉണ്ട്. കണ്ടോ, സാരിയാണ്. സാരി ഇന്ന് രാവിലെ ഉടുക്കണമെന്നൊക്കെ കരുതി, പക്ഷെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാത്തത് കൊണ്ട് ഞാൻ കരുതി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് വേറൊരു ദിവസം എടുക്കാമെന്ന് കരുതി. അങ്ങനെ ഒരു സാരിയും കൂടി നമ്മുടെ ബർത്ത്ഡേക്ക് ഇങ്ങനെ വന്നു. എന്ന് കിട്ടുന്നതല്ലല്ലോ, ഒരു വർഷത്തിൽ ഒരിക്കലല്ലേ കിട്ടുന്നതല്ല. ആയിക്കോട്ടെ. അതെ, അങ്ങനെ ഞങ്ങളുടെ ദിവസം ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി കടന്നുപോയി. അമ്മക്കുട്ടി ഹാപ്പിയാണോ? വായില് കേക്ക് കിട്ടിയാൽ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാറില്ല കേട്ടോ.
ഹാപ്പി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.